നമ്മുടെ മുല്ല കടുത്ത ധ്യാനത്തിലാണെന്ന് തോന്നുന്നു. സ്വർഗത്തിൽ പോകാനുള്ള മന്ത്രമായിരിക്കും മുല്ല ഉരുവിടുന്നത്. മുല്ല, എന്നോട് ക്ഷമിക്കൂ. ഞാനെന്തിനാണ് നിങ്ങളോട് ക്ഷമിക്കണത്? ഞാൻ മുല്ലയുടെ ധ്യാനത്തിന്റെ ശ്രദ്ധ തെറ്റിച്ചല്ലോ. ധ്യാനമോ? നിങ്ങൾ അസംബന്ധം പറയുകയാണോ? അപ്പോ മുല്ല എന്തു ചെയ്യുകയായിരുന്നു? ഞമ്മള് സ്വർഗം കിനാബ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തു മനോഹരമായ സ്വപ്നം! നിറയെ ധാന്യമണികൾ, പാലരുവികൾ, തരുണീമണികൾ, മധുരഫലങ്ങൾ. എനിക്ക് സ്വർഗത്തിലെത്തണമില്ല. അതിനുള്ള മന്ത്രം എന്താ? വെറും പ്രാർത്ഥിച്ചിരുന്നാൽ മാത്രം സ്വർഗം കിട്ടുമോ? ഹേയ്, ഒരിക്കലുമില്ല. തന്നെ പോലെയുള്ള ഒരാൾ പ്രാർത്ഥിച്ചതു മാത്രം സ്വർഗം കിട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണമില്ല? നിങ്ങള് എപ്പോഴും കിടന്നുറങ്ങണം. പറ്റുമെങ്കിൽ 24 മണിക്കൂറും ഉറങ്ങണം. ഉറങ്ങിയ പ്രാർത്ഥിക്കാൻ എവിടെ നേരം? വെറുതെ ഉറങ്ങിയാൽ സ്വർഗം കിട്ടുമെന്നോ? മുല്ല തമാശ പറയുകയാണ്. തമാശയല്ല, എപ്പോഴും കിടന്നുറങ്ങിയ തനിക്കൊന്നും പാപം ചെയ്യാൻ സമയം കിട്ടില്ലല്ലോ. ഉറക്കമാണ് സ്വർഗത്തിലേക്കുള്ള എളുപ്പമാർഗം. ഈ ആടിനെ ഇന്ന് ചന്തയിൽ നല്ല വിലയ്ക്ക് വിൽക്കണം. ഒരുപാട് വർണ്ണിച്ചാലേ ലേലത്തുക വർദ്ധിക്കൂ. അല്ല, നിങ്ങൾ എങ്ങോട്ടാണ് ഈ കഴുതേനും കൊണ്ട് യാത്ര? തനിക്ക് കണ്ണ് കണ്ടൂടെ? ഇത് കഴുതയല്ല, ആടാണ്. അയ്യോ, ഞാൻ തന്നോടല്ല ചോദിച്ചത്, ആടിനോടാണ്. മുല്ല, താങ്കളുടെ വീട്ടിൽ 50 വർഷം പഴക്കമുള്ള വിനാഗിരി ഉണ്ടെന്ന് കേട്ടല്ലോ. അത്രയും പഴക്കമായാൽ ഒന്നാന്തരം മദ്യമായി തീർന്നിരിക്കില്ലേ? അത് എനിക്കല്പം കുടിക്കാൻ തരുമോ? ചോദിക്കുന്നവർക്കൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ആ സുർക്ക എന്നേ തീർന്നു പോയേനെ. ഒന്ന് പോടോ.